നായയുടെ വാലിലാണ് വായിക്കാത്ത അണ്ണാക്കിൽ കമ്പിട്ട് കുത്തിയാൽ അത് കടിക്കാതിരിക്കുന്നത്. അപ്പോൾ 5-6 പ്രാവശ്യം ഈ നായയുടെ വായിൽ കമ്പിട്ട് കുത്തുന്നു. ഇനി എപ്പോഴാണ് ഞാൻ തിരിച്ച് കടിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കടിക്കുന്ന കടി പേ പിടിച്ചായിരിക്കും കടിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അത് ഒരുപാട് സഹായിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും കടം വാങ്ങിച്ചാണ് ഞാൻ ഇത്രയും വർഷം കൊണ്ട് കടം വാങ്ങിച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷി നിന്ന് ജീവിച്ചിരിക്കണം. ഒന്നുകിൽ അവന് വണ്ടി അപകടത്തിൽ, ഒന്നുകിൽ കാല് നഷ്ടപ്പെട്ട് കൈ നഷ്ടപ്പെട്ട് കിടപ്പായിരിക്കും, അല്ലെങ്കിൽ പാരാലിസിസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ജീവനോടെ ഇല്ല. ആത്മഹത്യ ചെയ്യപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. വാഹന അപകടം. ഞാൻ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ആ അപകടം വരുമ്പോൾ എല്ലാവരും ചിന്തിക്കും മറ്റേ ഉത്തര കൊലക്കേസിൻ്റെ അവരായിരിക്കും. ഒരിക്കലും ആയിരിക്കത്തില്ല. അവരെന്തെങ്കിലും ഒന്നും ചെയ്യാൻ പോകും. ഇതിൻ്റെ വേറെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്കെതിരെ ഇതൊന്നുമല്ല, പറയാൻ പറ്റാത്ത കുറേ വേറെ വെയിറ്റ് ആൻഡ് സീ. അതെ, ഇനി ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും സാധനമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ഈ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് മുന്നേ വരുമ്പോൾ തന്നെ ഒത്തിരി പേരെന്നെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെയൊക്കെ കേട്ടു, ചേട്ടാ എന്തോന്നും ഇതൊക്കെ നിങ്ങൾ ഇത്രയ്ക്ക് ദ്രോഹിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മൾ അയ്യോ നമുക്ക് സപ്പോർട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് സമരത്തിനോടെങ്കിലും എന്ത് സഹായിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും കടം വാങ്ങിച്ചാണ് ഞാൻ ഇത്രയും വർഷം കൊണ്ട് കടം വാങ്ങിച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ആൾക്കാർ പലരും സഹായിക്കാറുണ്ട്, ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്ന് പോണത്. ഇല്ലെങ്കിൽ വടക്കോണ വീടിൻ്റെ താഴെ എല്ലാം കൂടെ ഇടിഞ്ഞ വീട്. നമുക്ക് ബേസിൻ്റെ ഇവന് നമ്മളുണ്ടോ? ബേസ്മെൻറ്റ് ഇല്ലെങ്കിൽ വീടുണ്ടോ മേലെ? ആ ബേസ്മെൻറ്റിലേക്ക് കൂടെ സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇപ്പം ഞാൻ ഇന്നലെ മെനിങ്ങാന്ന് തന്നെ കോയിട്ടുള്ള ഒരാളിൻ്റെ എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു 15 മിനിറ്റിനകത്ത് എനിക്ക് പൈസ കിട്ടുന്നു. അത്യാവശ്യം അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുത്തല്ലേ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനില്ലാതായാൽ ഇവർക്ക് എങ്ങനെ കൊടുക്കുമെന്നുള്ള ടെൻഷനാണ് എനിക്കിപ്പോൾ. അവരൊരു പ്രതീക്ഷ കൊടുത്ത് നമുക്ക് തരുന്നു, തിരിച്ച് കിട്ടും, വിശ്വാസം. നമ്മൾ സമയത്തിന് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാതെ പോകരുതെന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ മരണപ്പെട്ടിട്ട് നാളെ സമയത്ത് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അനിയത്തിക്ക് എൻ്റെ അമ്മയെടുത്ത് ആരും പോയി പൈസ വയ്ക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത് എന്നെ പറ്റിച്ചിട്ടാണ്. അല്ല, അതെ, മനസ്സുകൊണ്ട്. അതെ. അപ്പോൾ അവർക്കതൊരു ബാധ്യതയും വേണം, അവർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇവരിപ്പോൾ ഇന്നതുപോലെയാണ്. ഇപ്പം എനിക്കറിയാം, അതുപോലെ ഞാനൊരു ആര്യകാശൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തും ഒരു മാമനുണ്ട് എൻ്റെ നാട്ടിൽ, ചായക്കടയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരാൾ പാമ്പ് വഴിയിട്ട് മരണം, എങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ ആ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സാമദ്രോഹി 1 മാസം പറ്റിയ പൈസ തരാണ്. പുള്ളി മരിച്ചു, ഒരു നേരത്തെ 1 മാസത്തെ ആഹാരത്തിൻ്റെ പൈസ. സാമദ്രോഹി ആരുടെ അടുത്ത് ചോദിക്കാം 1 മാസം പറ്റിയ പൈസ തരാണ്. ആള് മരിച്ചു കിടക്കുകയാണ്. എന്നാലും മരിച്ചു ബോഡി പോലും കൊണ്ടുപോയില്ല. ആ വീട്ടിൽ മരിച്ചെന്ന് ഈ പുള്ളിയെടുത്തെന്ന് പറയുമ്പോൾ ഞാനവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംബന്ധിച്ച ആൾക്കാർ ഇതല്ലേ പറയുള്ളൂ, സാമൂഹിക കടം വാങ്ങി നമ്മളെ പൈസ ആര് തരുമുണ്ട് കൃത്യമായിട്ട് പറയും. ചിലപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലത്ത് ഇത് ഓർക്കും. അങ്ങനെ അവർ ഓർക്കത്തില്ല. നമ്മുടെ നാട്ടിലൊരു ശാപം അതാണ്. കാരണം ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഒരു ദിവസം പ്രാവശ്യം എനിക്കൊരു പൈസ ലോട്ടറി അടിക്കുക എന്തെങ്കിലും ചെയ്താൽ ഞാനത് പഴയതെല്ലാം അങ്ങ് മറക്കും. പിന്നെ ഞാൻ തെണ്ടിയതും ഞാൻ ദാരിദ്ര്യം കാണിച്ചൊന്നും ആരും ഓർക്കാറില്ല. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു അവസ്ഥ. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മുടെ നാട് നല്ല നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഗോഡ്സ് എന്ന് പറയുമ്പോൾ ഗോഡ്സിനെതിരെ നിൽക്കുന്ന ആൾക്കാർ കൂടുതലും കേരളത്തിലുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാലമാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് എന്താ പറയുക, ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഇപ്പോൾ നമ്മൾ മുന്നേ കണ്ടുവരുന്നത്. നല്ല നന്മ ചെയ്യുന്നവരെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ഒരു ട്രെയിനിങ് നേടിയ കുറേ ആൾക്കാരുണ്ട്. അവരുടെ അജണ്ടയാണ് ഇപ്പോൾ എനിക്കറിയാൻ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ നമ്മൾ ഹോളിലിരുന്ന് സംസാരിക്കുന്നത്, അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു പോയൊരു വാചകമുണ്ട്, വയ്യ ഞാൻ നിർത്തും, ഇതൊക്കെ എനിക്ക് മടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു നിർത്തുന്ന ഒരു സമയം ഇതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷേ ഞാൻ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കാണ്, കാരണം ഇങ്ങനെ പരാതികൾ കേൾപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചത്, ചേട്ടാ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നിർത്താതെ കോളുകൾ ഞാൻ സൈലന്റ് ആക്കി, നമുക്ക് ഡിസ്റ്റർബ് ആണെന്ന് ഞാൻ സൈലന്റ് ആക്കി. ഇപ്പോഴും കോളുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ആൾക്കാർ ഇന്നലെ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് ഒരു മലയാളികളുടെ ഒരു അഡ്വക്കേറ്റ് വിളിച്ചു, ഹൈക്കോടതിയിൽ നിന്ന് വിളിച്ചു. കേസുപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും സുരേഷ് ഒന്നും പേടിക്കേണ്ട, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഒത്തിരി സുപ്രീം കോടതി ഓഫ് ഇന്ത്യയിൽ നമ്മുടെ മലയാളികൾ ഒത്തിരി അഡ്വക്കേറ്റുമാരുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ ഹൈക്കോടതിയിലുണ്ട്, എല്ലാവരും ഒത്തിരി പേര് വിളിച്ചു. അതിൽ ഒരാൾ മലയാളി, നമ്മുടെ തിരുമലയിലുള്ള ആളാണ് സുപ്രീം കോടതിയിലുള്ളത്. പുള്ളി മലയാളികളുണ്ട് അവിടെ. അപ്പോൾ പുള്ളി ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ. അതിന് ഞാൻ നമ്പറൊക്കെ സേവ് ചെയ്ത് വാട്സപ്പിൽ ഞാൻ എൻ്റെ വോയിസ് മെസ്സേജൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വിഷയം, നമുക്കിതൊന്നും ഒരു എന്താ പറയുക, ഒരു പ്രശ്നത്തിലേക്ക് ഒരു മുന്നോട്ട് കൊണ്ടുപോയി നേരെയാക്കണം നമുക്ക് ആഗ്രഹമില്ല. നല്ല അധികാരികൾ വന്ന് നല്ല പഠനങ്ങൾ നടത്തി
നേരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ആഗ്രഹക്കാരനാണ്. ഇതിൽ പിന്നെ ഇത്രയും പറയാൻ തന്നെ ഇവരുടെയൊക്കെ എനിക്കുള്ള പ്രവർത്തനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ ഇന്നലെ കണ്ട ഞാനിട്ടൊരു കമൻസ് ഒരു വീഡിയോ അടിയിൽ എന്തോ മോശം കമൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കമൻസ് നോക്കാറില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന്. ഈ ഞാൻ ഇടുന്ന അവരുടെ ഒരു അജണ്ട, തൃശ്ശൂരുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊരാളോട് പറഞ്ഞാണ്, അവരൊരു ടീം ഉണ്ടാക്കി, തൃശ്ശൂരിലുള്ള ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു ഇവർ തമ്മിൽ തെറ്റി, അപ്പോൾ ഒരു 28 രൂപ മാറി ഈ പാമ്പ് കൊടുത്തു. അപ്പോൾ അവർ മാറി നിൽക്കും, അവർ മാറി നിൽക്കും, ഇവർക്കെതിരെ പ്രവർത്തിക്കും. അപ്പോൾ അവരെന്നെ ഒരാളെന്നെ വിളിച്ചു, ചേട്ടാ ഒന്നും തോന്നരുത്, ഞങ്ങളെല്ലാം ചേട്ടനെതിരെ പ്രവർത്തിച്ചവരാണ്, അത് വേറൊന്നുമില്ല, ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കയറി ചേട്ടനെ തള്ളയ്ക്ക് വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക, തെറി വിളിക്കുക, മോശം പറയുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയായിരുന്നു. ഞാൻ അവരെല്ലാം കൂടെ ചേർന്നുള്ള അതിൽ ആൾക്കാരുടെ പേരും എനിക്കറിയാം, ആരൊക്കെയാണ് ആ ടീമിലുണ്ടായിരുന്നത്, ആരൊക്കെയാണ് അത് പ്ലാൻ ചെയ്തത്, ആരൊക്കെ എവിടെ വെച്ച് സംസാരിച്ചെന്നുള്ള മൊത്തം ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ വ്യക്തിഗതയ്ക്ക് ഞാൻ ആഗ്രഹപ്പെടും. ഇനി അൻവർ എന്ന് പറഞ്ഞ ആളിനോട് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയും, കാരണം അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഉപദ്രവിക്കും. അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളയുന്നതാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, അദ്ദേഹത്തിനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളയണം. എന്ന് വെച്ചാൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ഒരാൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്തഗതിക്കാരാണ് ഞാൻ. കാരണം നമ്മളെപ്പോലുള്ളവർ കരമടയ്ക്കുന്ന പൈസ, പാവപ്പെട്ടവരെ കരമടയ്ക്കുന്നവർ, എന്താ പറയുക, നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വേർപ്പിൻ്റെ ആ ഒരു അംശം വാങ്ങിച്ച് കഴിക്കുന്നവർ മറ്റുള്ളവർ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് എന്നെ മാത്രമല്ല, ഞാനോട്ട് ബന്ധമുള്ള എല്ലാവരും ദ്രോഹിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇത് അടിമ രാജ്യമാണോ? അതൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ എന്താ പറയുക, പിന്നെ മറ്റ് നൈജീരിയ പോലും ഇല്ലല്ലോ അടിമ രാജ്യം. ഇപ്പോൾ ഇത് കേരളത്തിലുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് കേൾക്കാവും, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഞങ്ങൾ 100 കണക്കും ഞങ്ങൾ 100 തെറ്റാണ് ചെയ്യുന്നത്, എന്നാലും അതാണ് ശരി. അതൊന്നും പറഞ്ഞാൽ എന്താ പറയുക, ഭാരതം എന്ന് പറയുന്നത് നമുക്ക് വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ലോകരാജ്യങ്ങളിൽ വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, വിശാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒറ്റ രാജ്യമുള്ള നമ്മുടെ രാജ്യമാണ്. അവിടെയാണ് നമുക്കിവിടെ ഇവിടെ ഞാനൊരിക്കലും കേരളം എന്ന് പറയുന്നില്ല, ഞാൻ ഭാരതീയനാണ്. അപ്പോൾ എനിക്ക് ഭാരതം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കണ്ടത്. എങ്ങനെ ആരെയും ദ്രോഹിക്കുക എന്ന് മതി. എത്രയോ പാവപ്പെട്ട ആൾക്കാർ എന്തെല്ലാം സംരംഭമായിട്ട് വന്നിട്ട് മതിയാക്കി പോയിട്ടുണ്ട്. എത്ര നമ്മൾ വിചാരിക്കും പണമുള്ളവർക്കാണ് ശത്രുക്കൾ ഉണ്ടാവുക, വലിയ ആൾക്കാർ ഒന്നുമില്ല. ഒരിക്കലും സാധാരണക്കാരന് പോലും ജീവിക്കാൻ സമ്മതിക്കില്ല, നിവൃത്തിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ജെയിൻ സാംസ്കാരിക സമിതിയിലുള്ള ഒരാളും വനംവകുപ്പിൻ്റെ ഒരു റിട്ടയർഡ് ഓഫീസറും രണ്ടുപേരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒന്ന് കാണണം, കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള 1-2 കാര്യങ്ങൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഓഫീസർ, എനിക്കെതിരെ ഒരു പരാതി പറഞ്ഞ ഒരു ഓഫീസറെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. ചീഫ് വൈൽഡ് റിപ്പോർട്ടർ, പുള്ളിക്ക് ഇവിടെ ഇരുന്നാൽ കിട്ടുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ്, ഇപ്പോഴത്തെ അല്ല. പുള്ളിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് പുള്ളിയുടെ വീട്ടിലെ തലമുറയിലെ പശ്ചാത്തലം കൊണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളി തിരുവല്ലത്തിനടുത്ത് 50 സെൻറ്റ് സ്ഥലം വാങ്ങി, 2.5 കോടി രൂപയുടെ വീട് വെച്ചു. മൊത്തം ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, വാങ്ങിയ സോഴ്സ് ഓഫ് ഇൻകം ഉൾപ്പെടെ. ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല, അത് എനിക്കത് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എടുത്തു വെച്ചെന്നുള്ളൂ. പക്ഷെ പുള്ളിയെ ഇപ്പം വിയോഗപ്പെട്ടു. നമ്മളത് നശിപ്പിച്ചു കളയണം, അതാണ് എൻ്റെ പോളിസി. എന്നുവെച്ചാൽ പുള്ളി പോയി, ഇനി പുള്ളിയുടെ പേരുപോലും നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെയാണ് ഇവർ ടീമായിട്ട് ദ്രോഹിക്കുന്നത്. ഇവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, പറഞ്ഞാൽ വെളിയിൽ പോലും നാണക്കേട് കൊണ്ട് വെളിയിറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മിണ്ടാതിരിക്കും. പിന്നെ എപ്പോഴും നായയുടെ വാലിലാണ് വായിക്കാത്ത അണ്ണാക്കിൽ കമ്പിട്ട് കുത്തിയാലും അത് കടിക്കാതിരിക്കുന്നു. അപ്പോൾ 5-6 പ്രാവശ്യം ഈ നായയുടെ വായിൽ കമ്പിട്ട് കുത്തുന്നു. ഇനി എപ്പോഴാണ് ഞാൻ തിരിച്ച് കടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കടിക്കുന്ന കടി പേ പിടിച്ചായിരിക്കും കടിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. ന്യായമായിട്ടുള്ള കടിയായിരിക്കില്ല കടിക്കുന്നത്. എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. പിന്നെ ഇനി ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല, നമ്മുടെ നാട്ടിലിപ്പോൾ വണ്ടികളാണ് ആൾക്കാരുടെ നെഞ്ചിൽ കൂടെ കയറി പോകുന്നത്. കേരളത്തിൽ പ്രമാദമായ ഒരു കൊലക്കേസിൻ്റെ സാക്ഷി പോലും ഒന്നും ജീവിച്ചിരിപ്പില്ല. അറിയാമോ? നിങ്ങൾക്കിവിടെ അറിയാമോ? കേരളത്തിലല്ല, പരമാവധി കേരളത്തിലെ മാത്രം നമുക്കെടുക്കാം. ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷി നിന്ന് ജീവിച്ചിരിക്കണം. ഒന്നുകിൽ അവന് വണ്ടി അപകടത്തിൽ, ഒന്നുകിൽ കാല് നഷ്ടപ്പെട്ട് കൈ നഷ്ടപ്പെട്ട് കിടപ്പായിരിക്കും, അല്ലെങ്കിൽ പാരാലിസിസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ജീവനോടെ ഇല്ല. ആത്മഹത്യ ചെയ്യപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടും, അത്രേ ഉള്ളൂ. വാഹന അപകടം. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഒരു അപകടം വന്നുകൊണ്ടിരിക്കട്ടെ. ആ അപകടം വരുമ്പോൾ എല്ലാവരും ചിന്തിക്കും മറ്റേ ഉത്തര കൊലക്കേസിൻ്റെ അവരായിരിക്കും. ഒരിക്കലും ആയിരിക്കത്തില്ല. അവരെന്തെങ്കിലും ഒന്നും ചെയ്യാൻ പോകും. ഇതിൻ്റെ വേറെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്കത് ഇതൊന്നുമല്ല പറയാൻ പറ്റാത്ത കുറേ വെയിറ്റ് ആൻഡ് സീ. കുറച്ച് വെയിറ്റ് ചെയ്യും. അതെ, ഇനി ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും സാധനമുണ്ട്. എന്തായാലും ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന് വളവള പറയുന്നില്ല. തെളിവ് സഹിതം അടിക്കേണ്ട സമയത്ത് തിരിച്ചടി. ഞാൻ പാമ്പാണ്, ഞാൻ മാളത്തിരിക്കുന്നു, അപ്പോഴപ്പോഴേ തലയിടും. അവസരം വരുമ്പോൾ മാത്രമേ കടിക്കാറുള്ളൂ.
ഞാൻ പുലിയെന്ന സിംഹമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പാവപ്പെട്ട പാമ്പ്, ഏറ്റവും സാധുവായ ജീവി. ചവിട്ടിയാൽ മാത്രം തിരിച്ചു കടിക്കും. അത് ഞാൻ കടുവയാണ് സിംഹം എന്നൊക്കെ ഞാൻ പറയുന്നത്. ഞാൻ അതൊന്നുമല്ല. ഞാൻ പാവപ്പെട്ട ആരെയും ഉപദ്രവിക്കരുത് ചിന്തിക്കുന്ന, മാളത്തിൽ മാത്രം തലയിട്ടിരിക്കുന്ന, ഒരു അവസരം വന്ന് വായിക്കാത്ത അതിൻ്റെ മാളത്തിൻ്റെ അടിത്തൂടെ ആരെങ്കിലും പോയാൽ മാത്രം കടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ മാളത്തിൽ പതുങ്ങിയിരിക്കുന്നു. എന്നെ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം, നല്ലൊരു ഭരണം, നല്ലൊരു വനം വകുപ്പ് മന്ത്രി വരട്ടെ, നമുക്ക് പ്രതികരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇപ്പം നിങ്ങളുടെ ആദ്യമായിട്ട് പറയാണ്, ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന കുറച്ച് നാൾ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷമേ ഉള്ളൂ. എന്തായാലും അത് ഞങ്ങളൊരു പരാതിയായിട്ട് പോകും. നടന്നില്ലെങ്കിൽ ഞങ്ങൾ മരണം വരെ നിരാഹാരം എന്ന് പറയുന്ന സംരംഭം എൻ്റെ മനസ്സിൽ ഞാൻ മാത്രം, അവർ മറ്റുള്ളവരാരും നിരാഹാരത്തെ പങ്കെടുപ്പിക്കത്തില്ല. അവരുണ്ടാവും, ബാക്കിയുള്ള നല്ല സപ്പോർട്ട്. ഒത്തിരി പേര്, 1-2 പാമ്പ് കൊടുത്തക്കാരല്ല, ഒരു 90% പാമ്പ് കൊടുത്തക്കാരൻ, പഴയ ആൾക്കാർ ഉൾപ്പെടെ. എന്ന് വെച്ചാൽ പഴയ ആൾക്കാർക്ക് നായുടെ വില പോലും ഇല്ല പാമ്പ് കൊടുത്തക്കാർക്ക്. പഴയ ജീവിതം കളഞ്ഞ് പല പല എത്രയോ മനുഷ്യരെ രക്ഷിച്ച ഇവരെന്താ ചെയ്യുന്നത്? ഒരു പാമ്പിനെ പിടിക്കാൻ ചാക്കും സഞ്ചിയും കൊണ്ടിട്ട് കോമാളി വേഷം കെട്ടിയിട്ട് അവനെ അങ്ങോട്ടിട്ടാട്ടുന്നു ഇങ്ങോട്ടിട്ടാട്ടുന്നു. പാമ്പിനെ പിടിക്കാൻ ഒരുത്തൻ സഞ്ചിയും കൊണ്ട് പോകുന്നു, മറ്റോ വാലി പിടിച്ച് തച്ചു പിടിച്ച്. ഞാൻ പാമ്പിന്റെ വാലി പിടിച്ചപ്പോൾ വാല് ഊരി പോകുന്നത്, ഒടിഞ്ഞു പോകുന്നു. ഇപ്പൊ വാലി പിടിച്ചിട്ടാണ് 50 പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, അപ്പോൾ ഒടിയൂല. അപ്പോൾ അതിലാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ പറയാണ്ട് ഞങ്ങളുടെ നാട്ടിൽ നാടൻ ഭാഷയുണ്ട്. ഇപ്പം നമ്മളെന്തെങ്കിലും നിനക്ക് എത്ര തന്തയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മിണ്ടാറ്. അപ്പോൾ ഇവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നറിയാം, നിങ്ങൾ എന്താണ് ഈ കാട്ടി കൂട്ടുന്നത്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിഞ്ഞൂടാ, ചുണ്ണാമ്പും അറിഞ്ഞൂടാ. ജനങ്ങളെ മുന്നിൽ എന്തെങ്കിലും ആവണം. ഒരു സോഷ്യൽ മീഡിയക്കാരൻ്റെ നേരെ പാമ്പ് കൊടുത്ത് ഒരു പാമ്പിനെ കോരിക്കൊണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് പോകുന്ന അയാളുടെ പേരിൽ, ഈ ഓഫീസറുടെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കണം. ആ സോഷ്യൽ മീഡിയക്കാരൻ ഓടിപ്പോകുന്നു. അവൻ പേടിച്ചു ഓടി. എൻ്റെ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. ആ ഹൗക്കിലിങ്ങനെ കൊണ്ട് അവൻ്റെ അടുത്തെത്തിയ പാമ്പിൻ്റെ തല. ഇനി പാമ്പിന് പല്ലുണ്ടോ ഗ്ലാൻഡുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ പിന്നെ എത്ര ധൈര്യമായിട്ട് കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ആ പാവപ്പെട്ട ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞാനൊന്ന് പാമ്പിനെ കൊണ്ട് ഓടാ എന്ന് പറഞ്ഞ ഒരു പാമ്പിനെ കൊണ്ട് ആരെയും പറയും ഓടിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പാമ്പിനെ എന്തോ വഴക്കുറഞ്ഞ പാമ്പിനെ എടുത്ത് ദേഹത്തോട് ഇട്ട് കൊടുത്ത ആളുണ്ട് കേരളത്തിൽ, പാമ്പിനെ പിടിക്കാൻ തിരുവനന്തപുരത്ത്, കേരളത്തിൽ ഇന്നുണ്ട്. തമാശക്കല്ല, ദേഷ്യം വന്നിട്ട് അങ്ങ് ദേഹത്തോട് ഇട്ട് കൊടുത്തു. ചാക്കിൽ കെട്ടിയ സാധനം, ചാക്കിലായാലും പല്ലില്ലേ, കൊള്ളൂലേ? ഇവർ പിന്നെ വേറെ തമാശ ഉണ്ടെന്നറിയാം, ശരി വരുന്നുണ്ട്. ഈ പാമ്പ് കടിയില്ലാതിരിക്കാൻ, കടി കുറഞ്ഞ നോൺ ബൈറ്റ് പോളിസിയാണ് പാമ്പ് കൊടുത്തതെന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഷർപ്പല്ല, നാക്ക് പഠിച്ചില്ല, ഷർപ്പ എന്ന് പറഞ്ഞത്. സർപ്പ 122 പേർക്ക് 121 പേർക്ക് കടി കിട്ടി. ഇത് അറിഞ്ഞത് ഇനി അറിയാത്ത കുറെ വേറെ ഉണ്ട്, റിപ്പോർട്ട് ചെയ്യാത്ത. എനിക്ക് കിട്ടാത്ത കുറെ വെയിറ്റേഴ്സ് വേറെ കിടപ്പുണ്ട്, വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതില്ല, ഇത് നിൽക്കട്ടെ. 0 ബൈറ്റ് പോളിസി. ഞങ്ങൾ വന്ന കടിയേ ഉണ്ടാവില്ല പാമ്പ് കൊടുത്ത്, മൊത്തം കടി അവർ സ്ഥിരമായിട്ട് അങ്ങ് വാങ്ങിയ. ഇത് എനിക്കേ കിട്ടുന്നുള്ളൂ, ഇവർ ഷെയർ ചെയ്ത് വാങ്ങി. അതിലൊരെണ്ണമാണ് ഈ മരണപ്പെട്ടത്. ശരി, ഇതിൽ വേറൊന്നുണ്ട്. വനം വകുപ്പ് എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? പാമ്പിനെ പിടുത്തക്കാരെ മുട്ടയെന്ന് മുളപ്പിക്കുമല്ലോ. വനം വകുപ്പ് ചെയ്യുന്ന ദ്രോഹമല്ലേ? വന്യജീവിയെ സംരക്ഷിക്കാനുള്ള വകുപ്പാണ് വന്യജീവി വനം വകുപ്പ്. ഇത് നാട്ടിൽ കിടക്കുന്ന ചേരയെ പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ വന്യമൃഗങ്ങളെ വന്യജീവി സംരക്ഷണമാവുന്നത്? ചേരയെ പോലും പിടിച്ച് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തുറന്നു കൊടുക്കും, കാട്ടിക്കൊണ്ട് തുറന്നു. ഒന്ന് ആലോചിച്ചു. അപ്പം പിന്നെ എങ്ങനെയാണ് വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കിട്ടി, കൊന്ന ജീവികളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല. 155 പന്നിയെ കൊന്നിട്ടിങ്ങനെ നിരത്തിക്കിടത്തി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു. മുറിവായിട്ട് നിൽക്കുന്ന ജീവിയെ പ്രദർശിപ്പിക്കണം. പന്നിക്കാട് വന്യമൃഗമാണ്, ഷെഡ്യൂളിൽ പെടുന്നതാണ്. കൊല്ലാൻ നിയമം ഉണ്ടെങ്കിലും പ്രദർശിപ്പിക്കാൻ നിയമമില്ല. 150 ഒരുമിച്ച് എന്തായാലും കൊല്ലാൻ പറ്റുമോ? ഇല്ല. എത്ര ദിവസം കൊണ്ട് കൊന്നതായിരിക്കും? 2-3 ദിവസം കൊണ്ട് കൊന്നതായിരിക്കും. ആ 2-3 ദിവസം കൊണ്ട് ഇതിനെ കുഴിച്ച് മൂടിയിട്ടില്ല. അപ്പോൾ ഈ പന്നികളൊക്കെ എന്താ ചെയ്യുന്നു? ഇവർ വിറ്റ് കാശാക്കുന്നുണ്ടോ? കണക്കുകൾ കൃത്യമാണോ? എൻ്റെ ചോദ്യം ഇതാണ്. പിന്നുമുണ്ട്. ഈ വനംവകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ സാറിരുന്ന സമയത്ത് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്തായിരുന്നു. പന്നികളെ അന്ന് പിടിച്ച പന്നികളെ, ആൺപന്നികളെ പിടിച്ച് മാത്രം വന്ധ്യംകരിക്കുക, എന്നിട്ട് റിലീസ് ചെയ്യുക. 10 വർഷം കൊണ്ട് നിയന്ത്രണാതീതമായി ആവൂലായിരുന്നു. ഇങ്ങനെ ആവൂലായിരുന്നു അന്ന്. ഇന്ന് ഒന്നും ഉണ്ടാവത്തില്ല. ആ കൺട്രോളിൽ അങ്ങനെ അങ്ങ് പോയാൽ. ഇപ്പോൾ ഇങ്ങനെ പെരുകും. ഇതൊരു കഴക്കൂട്ടം വരെ ആയില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയി. കഴക്കൂട്ടം വരെയായി. വർക്കല വരെയായി. ഒന്ന് ആലോചിച്ച് നോക്കും. വർക്കല വരെയായി.
ഇവർ ചെയ്യേണ്ടതെന്ന് അറിയാം. വന്യെങ്കിലും വനം വകുപ്പിൽ പറഞ്ഞ മന്ത്രിമാരോ അധികാരികളോ ചെയ്യേണ്ടത്, ഒരു വനം വകുപ്പിൻ്റെ ഓഫീസർമാരെ പോലും പുറത്തൊരു പണിക്കും വിടരുത്. പോയി ഫീൽഡിൽ പണിയിടാന്ന് പറഞ്ഞു. ഫീൽഡിൽ പോകണം. ഇത് ഫീൽഡിൽ പോകുന്നില്ലെന്നേ. ഫീൽഡിൽ പോകാൻ മടിയാണ്, മല കയറണ്ടേ, വേർക്കൂലേ. ഇതാകുമ്പോൾ ആളുകളുടെ മുന്നിൽ പോയി നിൽക്കാമല്ലോ, വേർക്കണ്ടല്ലോ, അഴുക്കാവൂലല്ലോ. അത് മല കയറണ്ടേ, അട്ടകടിയുള്ളൂലേ, പാമ്പനെ പേടിക്കണ്ടേ, കാട്ടിലുള്ള വന്യമൃഗങ്ങളെ പേടിക്കണ്ടേ. ഇതാകുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ, AC-ലിരുന്ന് പോവാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ വേട്ടയാടുകയും ചെയ്യും, പുറത്ത് നിൽക്കുന്ന പാവപ്പെട്ടവരെ വേട്ടയാടുകയും ചെയ്യും. ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ അങ്ങ് പോട്ടെ, നമുക്ക് മാറ്റി നിർത്താം. പിടിക്കുന്ന പാമ്പുകൾ ജീവിക്കുന്നുണ്ടോ? സർവേ ചെയ്യുന്നുണ്ടോ? ഒരു പഠനമുണ്ടോ? വിടുന്ന സ്ഥലത്ത് ജീവിക്കുന്നുണ്ടോ? ആവാസ സ്ഥലത്താണ് വിടുന്നത്, ഇനി ജീവിക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു മാരകമായ അപകടം വരാനുള്ള സാധ്യത ഉണ്ടെന്നറിയാമോ? ഈ നാട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് പിടിക്കുന്ന പൊന്മുടിയിലോ നെയ്യാറിലോ കൊണ്ടുപോകും. നെയ്യാറിൽ കാടുണ്ടോ? ഫുഡുണ്ടോ? പൊന്മുടിയിൽ കാടുണ്ടോ? ഫുഡുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? പഠനമുണ്ടോ? ഒരു പഠനമുണ്ടോ? ഒന്നുമില്ല. ഞാനൊക്കെ ഇവിടുന്ന് ഒരു 15 വർഷം ആറാട്ടി തുടങ്ങിയ ശേഷം ഞാനൊക്കെ കൊണ്ട് വിടുന്നത് നെയ്യാറിലോ പൊന്മുടിയിലോ അല്ല. എനിക്കറിയാം അവിടെ വിട്ടാൽ ഞാനൊരിക്കൽ നെയ്യാറിൽ അന്ന് പൊന്മുടിയിൽ കൊണ്ട് പാമ്പിനെ വനംവകുപ്പ് വരെ വിട്ടിട്ട് താഴോട്ട് വന്നപ്പോൾ വിട്ട പാമ്പല്ല ഇവിടെ താഴെ വന്നിരിക്കും. കട്ടിങ്ങിൻ്റെ മേളിലാണ് വിട്ട, റോഡിൽ മേളിൽ പൊന്മുടി താഴെ. ആ റോഡിങ്ങനെ മടങ്ങിയല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ പാവം താഴോട്ടൊക്കെ ആളുകൾ താമസം. അന്ന് തൊട്ട് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ശബരിമല ആ റോഡിലെ പാമ്പിനെ വിടുന്നത്, റിലീസ് ചെയ്യുന്നത്. പിന്നെ വല്ല ചാവാറായി മരിച്ചപ്പോൾ തീരെ വയ്യ, മരണപ്പെടാറായി, അത് നമുക്ക് ഏതെങ്കിലും വല്ല പുഴയുടെ തീരത്ത് എവിടെയെങ്കിലും അവിടെ ഇരുന്ന് ഒന്നി മറ്റാരോഗ്യമുള്ള പാമ്പിന് അതങ്ങ് തീറ്റിയാവും. അത് ജീവിക്കത്തില്ല. തീരെ അങ്ങ് വയ്യ, അങ്ങ് ടയർഡ്, ഇഴയാൻ പോലും വയ്യ. അതിനടുത്ത പാമ്പുണ്ടെങ്കിൽ അതങ്ങ് ഭക്ഷിക്കുക, അതിന് 2 ആഴ്ചക്കുള്ള ഫുഡ് അതായി. കാട്ടിൽ വരാൻ പോകുന്ന ഒരു അവസ്ഥ. നിങ്ങളിത് വീഡിയോ കാണുന്നുണ്ട്, നമ്മളെ സാറന്മാർ കാണുന്നുണ്ട്. അന്നത്തെ ആറാട്ടിലുണ്ടായിരുന്ന അശോക് സാറ്, ഗോപി സാറ്, വിജയൻ സാറ്, സനൽ സാറ്, KK മനോജ് സാറ്, അങ്ങനെ ബാബു ചേട്ടൻ, പിന്നെ പ്രവീൺ സാറ്, അരുൺ സാറ്, ഇങ്ങനെ കുറേ പേര് അവരൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ നമ്മൾ പാമ്പിനെ വിടുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പാമ്പിനെ വിടുമ്പോൾ നമ്മൾ ചെന്ന് വിടുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരെ സന്ദർശിച്ചിട്ടുണ്ട്. മധുസൂദന സാറ്, സുരേഷ് സൂര്യശ്രീ, ഇങ്ങനെ. അപ്പോൾ നമ്മൾ അവർക്ക് ഫോട്ടോ എടുക്കാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബേഡ്സ് ഉണ്ട്. ആ പാമ്പിനെ വിടാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ചൂളക്കാക്ക ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ തിരിക്കണ്ണനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടത്തലച്ചി എന്നറിയപ്പെടുന്ന ബുൾബുൾ ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ താഴത്തെ ചെടികളിൽ മുട്ടയിടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ വിടൂല, അതിന് വേറൊരു സ്ഥലത്തോട് വിടും. അപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരൊക്കെ അവസ്ഥ പറ്റും. ഒരു 10-100 പാമ്പുകളെ പിടിയിട്ട് അവിടെ കൊണ്ട് വിട്ടിട്ട് ഒരിക്കൽ നോക്കിയപ്പോൾ പിന്നെ നമ്മൾ ചെന്നപ്പോൾ ആ സ്ഥലത്ത് തന്നെ വിടാമെന്ന് പറഞ്ഞപ്പോൾ കിങ് ഓവർ വിടാൻ ചെന്നപ്പോൾ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കിങ് ഓവർ അവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പാമ്പുകളുടെ എണ്ണം കിങ് ഓവർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അടുത്തൊരു കിങ് ഓവർ പിടിച്ച് അവിടെ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ ബേഡ്സ് ഒന്നും അവിടെ കാണുന്നില്ല. മുട്ട ഭക്ഷിക്കും. അപ്പോൾ ഇവൻ കയറി മുട്ടയും ഭക്ഷിക്കും, രാത്രി ബേഡിനെയും പിടിക്കും. ചെറിയ കുറ്റിച്ചെടിയിൽ മുട്ടയിടുന്ന ജീവിയല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ വിട്ടില്ല. ആ രാജവമ്പാല അവിടെ വിട്ടു. പിന്നെ നമ്മൾ പിന്നെ 2-3 രാജവമ്പാല അവിടെ വിട്ടു. അപ്പോൾ രാജവമ്പാല ഈ കുഞ്ഞുങ്ങളൊന്നും പിടിക്കത്തില്ല, കുഞ്ഞു ബേഡ്സിനെ എടുക്കത്തില്ല. അവൻ ഉടുമ്പും മയിലും മറ്റ് പാമ്പുകളാണ് അവൻ പിടിക്കുന്നത്. അപ്പോൾ അവൻ ഇവരെ അങ്ങ് കൺട്രോൾ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് കൊണ്ടാണ് ഞങ്ങൾ പെണ്ണു. അങ്ങനെയാണ് നമ്മൾ പാമ്പിനെ റിലീസ് ചെയ്തുകൊണ്ടുവന്നത്. ബാലൻസിങ്ങിന് വേണ്ടി. ഇപ്പോൾ ഇവിടെയും ബാലൻസിങ് ആവശ്യമാണെന്നേ. ഇപ്പോൾ ഇവിടെ ചേര എന്തിനാ പിടിക്കണേ? ഞാൻ ചേര പിടിക്കുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് അവർ വീട്ടിൽ ചെന്ന് പിടിച്ചാലും അവരെ പേടി മാറ്റിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അവരെ പറയിച്ച അമ്മ എന്തിനമ്മ അത് ചേരയല്ലേ, ചേരയെങ്കിലും ജീവിക്കട്ടെ, അവനും ജീവിക്കണ്ടേ. ചേര പറഞ്ഞത് നിങ്ങൾക്ക് ഭാഗ്യമില്ല, അപ്പോൾ അവർക്ക് ലോട്ടറി അടിക്കും. ഞാൻ പറഞ്ഞു ലോട്ടറി അടിക്കുമെന്നല്ല പറഞ്ഞത്. ചേര വരുമ്പോൾ ചേര പാമ്പ് വീട്ടിലേക്ക് വരുന്നത് എലിയുടെ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം സെൻസ് ചെയ്താണ് വരുന്നത്. അല്ലാതെ 100 മീറ്റർ ഇപ്പുറത്തുള്ള വീട്ടിനകത്ത് എലി ഇരിക്കുന്നൊന്നും ചേരയ്ക്ക് അറിയാൻ പറ്റില്ല, കണ്ടുവരാനും പറ്റില്ല. അപ്പോൾ അവ അത് സെൻസ് ചെയ്ത് വരുമ്പോൾ ആ എലി അവ അങ്ങ് പിടിക്കുന്നു. അപ്പോൾ പിന്നെ ഫ്രഷ് 2-3 ദിവസത്തെ പഴക്കമുള്ള യൂറിനും മോഷൻ്റെ ഗന്ധം മാത്രമേ ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവൻ വന്ന് ഇത് പിടിച്ച് മടങ്ങി പോകുമ്പോൾ അടുത്ത് പറമ്പിലിരിക്കുന്ന മൂർഖൻ പാമ്പ് അല്ലെങ്കിൽ ഒരു അണലി ഇങ്ങനെ സെൻസ് ചെയ്ത് വരാൻ ശ്രമിക്കുമ്പോൾ ഇതിന് അവന് സെൻസ് ചെയ്യാൻ പറ്റില്ല, കിട്ടൂല. അവിടെ അതങ്ങ് മുറിയും. അപ്പോൾ അവൻ മടങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവർക്ക് അപകടം ഉണ്ടാകുന്നത്. അതാണ് പണ്ടുള്ളവർ പറഞ്ഞത് ചേര വരുന്നത് ഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ഞാൻ കൗമുദിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞതിന് ശേഷം പിന്നെ വേറെ 1-2 വീഡിയോ യൂട്യൂബിൽ വേറെ 1-2 സാറന്മാരൊന്നും ഇത് തന്നെ കഥ